ഗൈസ്, വെൽക്കം ടു വിആർ കപ്പിൾ. ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഡേ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു അൽമാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മളെ ഫാമിലിപ്പെട്ട ഒരാളെ ഫ്രണ്ട്സാണ്. അവരാ സ്ഥാപനത്തിൻ്റെ ഇനാഗുറേഷൻക്ക് ഞങ്ങളും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. ഇനാഗുറേറ്റ് ചെയ്യാനല്ല, പക്ഷെ ആ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾക്കൊരു ക്ഷണമുണ്ട്, എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഫസ്റ്റ് വലിയൊരു അനുഭവമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ എന്താ പറയാ, നമുക്ക് ഒന്നോ രണ്ടോ വട്ടം കണ്ടിട്ടുള്ളൂ ആളെ. പക്ഷെ ആള് നമ്മളെ ഓർത്തിച്ച് ക്ഷണിച്ച്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളാണെങ്കിലും പല കാര്യങ്ങളായിട്ട് തിരക്കുണ്ട്, റൂമിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങള് ബിസിയാണ്. വേറെ റൂമ് നോക്കണം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു പറയുമ്പോ വലിയ ബിസിനസ് അതൊന്നല്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ്. അപ്പൊ അതാണെങ്കിൽ പോലും എന്താണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ക്ഷണം ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളെ നിരസിക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്തായാലും അതിൽ പങ്കെടുക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ പോവാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു 30 മിനിറ്റൊക്കെ ഉണ്ട് ഞങ്ങോട്ട് എത്താന്. പിന്നെ അഫ്സത്താത്തയും ഫാമിലിയൊക്കെ ഇപ്പൊ നമ്മൾ അവരെടുക്കും പോയിട്ട്, എന്നിട്ട് അവരായിട്ടാണ് അങ്ങോട്ട് പോവുക. സേഫൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങളൊക്കെ. അപ്പൊ എല്ലാരും അത് വാച്ച് ചെയ്യുക. എല്ലാരും ഉണ്ടാവും. അതെ, അപ്പൊ എന്തായാലും എല്ലാരും വ്ളോഗ് ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ താത്തയും മക്കളും എല്ലാരെയും പറക്കി കൂട്ടിയത് ഞങ്ങള് പോവാണ് ഇനാഗ്രേഷന്. അല്ലെ, ഭയങ്കര ചൂടാണ്, സഹിക്കാൻ വയ്യ. താത്ത പറയുന്ന മേക്കപ്പ് ഒക്കെ ഇളകിയ കാരണം മുഖം കാണിക്കണില്ല, അതുകൊണ്ട് മുഖം കാണിക്കണില്ല താത്ത. അതൊക്കെയാണ് അവസ്ഥ. വെയിലോണ്ട് ഫിറൂനെ കാണാനില്ല, അതൊക്കെയാണ് അവസ്ഥ. അത് കാണുന്ന ഇന്നയാണല്ലോ, എന്താണ് ഇപ്പൊ അതിന്റെ ഒരു മെഹറ ഇത് അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കണ്. ചെറുത് എന്തൊക്കെയോ തിന്നുണ്ട് എന്റെ ഇടയില്, കുടിക്കണില്ലേ. ഓളൊരു ഭാഗ്യം, ഓളെ പോലെ ആയാൽ മതിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇനി എന്താ പറയാ ഇനാഗുറേഷന്റെ ഇതിലേക്ക് പോവാണ്. അപ്പൊ തുടങ്ങാനായി എന്നാ പറയണത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അപ്പൊ അവിടെ അമ്പടുണ്ട്. മെയിന് അമ്പട ഒരു സുന്ദരി കുട്ടിയാണ്. ഇവിടെ നോക്ക്. അപ്പൊ എന്നെ നോക്കാത്ത ഓൾക്ക് വശലായി, അതാണ് ഓള് നോക്കാത്ത. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അവിടെ സ്പെഷ്യലായിട്ട് പറഞ്ഞില്ല, അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് മുഖം കാണിക്കുന്നില്ല. അങ്ങനെ ഫ്രണ്ട്സ്, അൽമാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എത്തി ഞങ്ങള്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെന്നാ തോന്നുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. താത്തൊക്കെ ഇതാ കേറണ്, അമ്പട അതാ നിക്കണ്. വയോ എന്താ സേഫുക്ക ടീം എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പോ അടിപൊളി പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആൾക്കാർ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെലിബ്രിറ്റി ആയ ഫെബിന മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ്, നല്ല ചൂടാണ് എന്നാലും ഞങ്ങളെല്ലാവരും പരിശ്രമിച്ചില്ലേ. എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നല്ല ഫോട്ടോ കിട്ടുമെന്ന് പ്രതീക്ഷയിൽ കുറേ നേരം നിന്നിട്ടുണ്ട്. കിട്ടുമായിരിക്കും. താത്തൊക്കെ അതാ നിൽക്കുന്നത്. അങ്ങനെതാ ഇതാണ് ആൾക്കാര്. ഇതെന്താ അങ്ങനെ വായി തുറന്ന് പിടിച്ചിരിക്കുന്നു? കുഞ്ഞുമണിയെ, ആന്റി കുട്ടിയെ, ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്നത് എന്താണ്? ഇവിടെ ആകെ ബഹളാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, ലേഡീസും ഒക്കെ ആയിട്ട്, മക്കളും ഫാമിലീസും. ഇതാ മെയിൻ ആള് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ മോഡലിൽ എന്ന് പറഞ്ഞ ചേച്ചി അതാണ്. എന്താണ് പേരെന്താ പറഞ്ഞത്? ഫെബി താത്ത. എന്തായാലും അടിപൊളി. വേറെ മോഡല് ഇത് കഴിഞ്ഞ അവസ്ഥ വേറെ ഇനാഗ്രേഷൻ തന്നെ പോകാൻ നിൽക്കുകയാണ്. നേരല്ല, ഞങ്ങള് സൈഡില്. ഇവര് ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. നല്ല ജ്യൂസൊക്കെ കിട്ടി ഇവർക്ക്. ഇതാ അവക്കാടെ ജ്യൂസൊക്കെ ഉണ്ട്. ഡേറ്റാ അതെ, മധുരം കഴിക്കുന്നില്ല അത്ര. അതൊക്കെയാണ് അവസ്ഥ.
ഞങ്ങളെ സൈഫൊക്കെ നമ്മുടെ ഫുൾ ബിസിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അവൾക്ക് പുതിയ ആളെ കിട്ടുന്നുണ്ട്. സന്തോഷം. എന്താണ് ഗൈസ്, ഇവൾക്കൊരു കാര്യം പറയാൻ വേണ്ട. അങ്ങനെ മുട്ടായി ഇങ്ങനെ തരില്ല താത്ത. ഇങ്ങനെ താത്താടെ ഒരു സ്നേഹമാണ്. എപ്പോഴും ഓരോന്ന് തിന്നാൻ തന്നിട്ട് ബുദ്ധിമുട്ടിക്കും. അതൊക്കെ എനിക്ക് ആകെ ബുദ്ധിമുട്ട്. അപ്പോൾ താത്തനെ പറ്റി 2 വാക്ക് പറയാ വെച്ചാൽ താത്ത കാരണമാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളെ ക്ഷണിക്കാന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഫിറൂനെ വിളിച്ച് കിട്ടിയില്ല. അപ്പം അങ്ങനെ താത്ത ഇന്ന നമ്പർ കൊടുത്ത് ഫസ്റ്റ് അതിനൊന്ന് ജസ്റ്റ് പറ്റിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ എന്നാലും അവരെ ക്ഷണം ഞങ്ങൾക്ക് ഇങ്ങനെ ക്ഷണം കിട്ടാൻ കാരണം താത്ത നമ്മുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം അതിൽ ഒരുപാട് സന്തോഷം. താത്താനൊന്ന് കാണിക്കും, ഫോക്കസ് ചെയ്യും. താത്ത ഈ കുട്ടി എപ്പോഴും ഇടയിൽ കിടന്ന് കളിക്കുന്നത്. ഇങ്ങനെ ഒരു വിട്ടുമാറി നിൽക്കും. അടുത്ത മോഡലാണ് അല്ലേ? അടുത്ത മോഡലാണിത് ഞങ്ങളുടെ. എന്താ എനിക്കൊന്നും പറയാല്ലേ? എന്തെങ്കിലും പറയാം. 2 വാക്ക് പറയും. ഇങ്ങനെ മിഠായി എല്ലാ മിഠായി കൂടി ഒരുമിച്ച് വായിട്ടിക്ക് വേറെ ഇങ്ങനെ പറയും. ഫ്രണ്ടിൽ തല്ലില്ലാത്ത സൈഡിൽ വെച്ച് കടിക്കണേ. ഈക്കാണ് നമ്മളെ ക്ഷണിച്ച ആള്. അപ്പോൾ അവരായിട്ട് ഇതിനൊക്കെ പറ്റി ചോദിച്ചറിയാണ് ഫിറു. അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഞങ്ങളിവിടെ എത്തിപ്പെടാൻ ചെറുതായിട്ടൊന്ന് ലേറ്റായി. അതുകൊണ്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് മുഖ്യ കട്ടിങ്ങിൻ്റെ ആള് ഇവിടെ ഇരുന്ന്. ഇനി ഇവിടെയുള്ള ഭാഗങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾ അമ്പടണ്ട് ഇവിടെ. അത് മാംഗോ ഒക്കെ നമുക്ക്. ഇതാണ് ഗൈസ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ അവരെ പരിപാടി, ഓഫീസ് കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് വർക്കൊക്കെ. ഗൈസ് അപ്പോൾ ഇനാഗ്രേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അൽമാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് സ്ഥാപനത്തിൻ്റെ പേര്. അബുഹയിൽ സെന്ററിലാണ് അല്ലേ? അതെ, അബുഹയിൽ സെന്ററിലാണ് സ്ഥാപനം. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെയാണ്. നല്ല അത്യാവശ്യം എന്താ പറയുക, അടിപൊളിയാണ്. നമുക്ക് കണ്ടപ്പോഴൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ എല്ലാ വർക്ക്സും കാര്യങ്ങളും പേപ്പർ വർക്കും എല്ലാ കാര്യങ്ങളും UAE അവർക്ക് വേണമെങ്കിൽ എൻ്റെ പേപ്പർ വർക്ക്സ് എന്തെങ്കിലും സർവീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിൽ വരാം. അതൊക്കെയാണ് ഇവരുടെ ഇത്. അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടിരിക്കുകയാണ്. തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇവരെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും. അതെ. അങ്ങനെ ഗൈസ് നമ്മളെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞു. എല്ലാവരും പോയി. എല്ലാവരും പോണ വരെ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിന്ന് കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് മിഠായിയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ചോക്ലേറ്റ് ഒക്കെ കിട്ടി. കുറച്ച് പോക്കറ്റിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഞങ്ങൾ. എന്നിട്ട് എന്റെ പോക്കറ്റ് ഇട്ട് ഇവര് കാണ്ടാച്ചിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുറെ കുൽസിതങ്ങൾ ഇവിടെ ഗൈസ്. അപ്പൊ എല്ലാരും മനസ്സിലാക്കും. അപ്പോ ഇതൊക്കെ തന്നെ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങള് ഇനാഗുറേഷന്റെ. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ വീഡിയോ എല്ലാവരും കാണാൻ, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.